വളരെ സന്തോഷം തോന്നി അവൾ ബിഗ് ബോസിൽ വന്നപ്പോൾ. അവള് തുണി പറിച്ചാടുന്നു, അവൾ അഭിനയിക്കുന്നു. എന്തിനാ അഭിനയിക്കുന്നത്? ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ബിഗ് ബോസ് 7ാം സീസൺ തുടക്കത്തിലെ തരുന്ന സൂചന അതാണ്. പുതിയ അശ്ലീല കാഴ്ചകൾ കാണിക്കാനും. അമ്മയുടെ പൊന്നെ, അമ്മയുടെ കിച്ചു, ഇന്നലെ രേണുസുതി പറഞ്ഞ ഡയലോഗാണ്. ശരിക്കും പറഞ്ഞ ഇവർ എന്തിൻ്റെ അർത്ഥത്തിലാണ് കിച്ചുവിൻ്റെ പേര് അതിനകത്ത് വിളിച്ച് പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാര്യം പുറത്തായിരുന്നപ്പോൾ നമ്മൾ ഇത്രയും സ്നേഹവും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കിച്ചുവിൻ്റെ പേര് അതാണ്, ഞാൻ കൊച്ചുങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാണ്, കിച്ചുവിന് പൈസ അയച്ചു കൊടുക്കും, ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുന്നതല്ലാതെ കിച്ചുവിനോട് യാതൊരുവിധ സ്നേഹവും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, കിച്ചുവിൻ്റെ ഒരു ലൈവ് ഉണ്ടായിരുന്നു. ആ ലൈവിനകത്ത് ആ പയ്യൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സുതിലയത്തിൽ നിൽക്കാനായിട്ട് ഒട്ടും കംഫർട്ടബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി നിൽക്കാത്തതെന്ന് ആ പയ്യൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയതാണ്. എന്തായാലും ഞാൻ നിങ്ങളെ ആ വീഡിയോ ഒക്കെ കാണിക്കാം. ആദ്യം തന്നെ രേണു ഇന്നലെ ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയ കുറച്ച് പ്രകടനങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരു സദ്യ ഉണ്ടോ? ഒന്നും എന്നല്ല, അതാരും തിരക്കുന്നില്ല. ഇവള് സൂചിച്ചേണ്ട ഭാര്യ, അവള് സൂചിച്ചേണ്ട ബഹുമാനിക്കുന്നില്ല, സൂചിച്ചേണ്ട ആത്മാവിനെ ഇവള് ബഹുമാനിക്കുന്നില്ല. സന്തോഷമായോടി നിനക്ക്? അവള് തുണി പറിച്ചാടുന്നു. തുണി പറിച്ചാടുന്നതൊന്നും നമ്മളൊന്നും വന്ന് പറയേണ്ടതൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളായിട്ട് തന്നെ ചുമ്മാ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ആൾക്കാർ വന്നിരുന്ന് ചീത്ത വിളിക്കുന്നതാണ്. പിന്നെ നിങ്ങളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നതാണ് എനിക്ക് പൂമാലകളെന്നോ, ഈ നെഗറ്റീവ് കമൻസ് ഇപ്പോൾ എനിക്ക് കണ്ടില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്നോ ഒക്കെ നിങ്ങളാണ് വന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും വേറൊരു കാര്യം ഞാൻ പറയാം. രേണുവിന് നല്ല വൃത്തിക്ക് അഭിനയിക്കാൻ അറിയാം. നമുക്ക് എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടായിരുന്നു രേണു നല്ലോണം പാട്ട് പാടുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, പാട്ടിനെക്കാട്ടും കിടിലമായിട്ട് അഭിനയിക്കാൻ അറിയാമെന്ന് ഈ ലൈവൊക്കെ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ബാക്കിയുടെ കേൾക്കാം. അവൾ അഭിനയിക്കുന്നു. എന്തിനാ അഭിനയിക്കുന്നത്? ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. എൻ്റെ പൊന്നു, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രേണു ഇങ്ങനെ കിടന്ന് അഭിനയിക്കുകയും ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയൊക്കെ ഉണ്ടാക്കുന്നത്. ആ പയ്യൻ ആകെപ്പാടെ കൊടുക്കുന്നത് 200, 300, 400 രൂപയൊക്കെ കൊടുക്കുന്നത്. മാക്സിമം അത്രേ കൊടുക്കാറുള്ളൂ. ആ പയ്യൻ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ്, ഒരു ഇൻ്റർവ്യൂവിന് തന്നെ 5000 രൂപ വെച്ച് ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എന്തുമാത്രം ഇൻ്റർവ്യൂസ് രേണു കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ബാക്കിയുടെ കേൾക്കാം. മറ്റേ ഈ റോഡിൽ കിടന്ന് അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളും നമ്മുടെ കൂടെയാണോ? മൂത്തമ്മ പഠിക്കുവല്ലേ, കിച്ചൂട്ടം പഠിക്കുവല്ലേ. ഈ 2 പിള്ളേരും നമ്മുടെ കൂടെയാണോ എന്ന് ചോദിക്കുമ്പോൾ മൂത്ത മകൻ പഠിക്കുവല്ലേ, മൂത്ത മകൻ കൊല്ലത്ത് നിന്ന് പഠിക്കുവാണ്. അവൻ എന്തിന്റെ പേരിലാണ് അവിടെ വന്ന് നിൽക്കാത്തതെന്ന് പറയുന്നില്ല. അല്ല, കൊല്ലത്ത് പഠിക്കും അവനെ. അതൊന്നും പുള്ളിക്കാരത്തേക്ക് മറുപടിയില്ല. നാക്ക് കിടന്ന് കുഴയുന്ന കണ്ടോ? തിരിച്ചാരെങ്കിലും ഓരോന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. നൈസായിട്ട് ഒഴിഞ്ഞു മാറാനായിട്ടേ നോക്കത്തുള്ളൂ. പിന്നെ അവൻ ജനിച്ചു വളർന്ന വീടല്ലേ. പുതിയ വീട്ടിൽ അതെ ജനിച്ചു വളർന്ന വീടല്ലേ, തീർച്ചയായിട്ടും അവിടെ തന്നെ നിൽക്കണമെന്നേ പറയാനുള്ളൂ. അതെ തീർച്ചയായിട്ടും കിച്ചു ജനിച്ചു വളർന്ന വീടാണ്. അവൻ്റെ ലൈവിനകത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഒരു മനുഷ്യർ നോക്കിയിട്ടൊന്നുമില്ല, എന്നെ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരാണ് നോക്കിയിട്ടുള്ളതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ആ പയ്യൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ വെറുതെ വന്നിരുന്ന് താളം പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. പ്രത്യേകിച്ച് ഈ കിച്ചുവിൻ്റെയൊക്കെ പേര് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് കരയുന്ന കാണുമ്പം നമ്മുടെ നാട്ടിൽ ബോധമുള്ള കുറച്ച് മലയാളികളുണ്ട്. ഇവർക്കത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ കാണിക്കുന്നത് ഭയങ്കര ഡ്രാമയാണെന്ന്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ സിമ്പതി വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ വോട്ട് പിടിക്കാൻ നോക്കരുത്. നിങ്ങൾ അവിടെ എന്തെങ്കിലും നല്ല കോണ്ടന്റ് കൊടുക്കുക, ഞങ്ങളെല്ലാവരും എടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ റിയാക്ട് ചെയ്യും. കാര്യം ഇത്രയും ഇമ്പാക്റ്റ് ഉള്ള ഒരു വ്യക്തി അതിനകത്ത് എങ്ങും ഇല്ല. കാര്യം സോഷ്യൽ മീഡിയയിൽ രേണുസുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റീച്ചാണ്. ഇവർക്ക് ഇവരുടെ തന്നെ വില അറിയത്തില്ല. കാര്യം നെഗറ്റീവ് ആയാലും എന്ത് തേങ്ങയിലായാലും ഇവർ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നല്ല കണ്ടന്റ് ഇവർ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇവർ തന്നെയായിരിക്കും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. ഇവർ ഇമാതിരി പൊട്ടത്തരങ്ങളും തോന്നിയാസങ്ങളും കാണിക്കുന്നതാണ് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ഞങ്ങൾ പുതിയ വീട്ടില് അവൻ അവധിക്ക് ചങ്ങനാശ്ശേരി, കോട്ടയംകാരിയാണ്. ചങ്ങനാശ്ശേരിയാണോ? അതല്ലേ അവിടെ അടക്കിയത്. സൂചേട്ടൻ ഇവിടെ അല്ലായിരുന്നു 5 വർഷവും. സൂചേട്ടൻ 5 വർഷം അവിടെ അതിന്റെ പേരിലാണ് അവിടെ അടക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. സുധി മരിക്കുന്നതിന് മുന്നേ കുറെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ അടക്കുവാണെങ്കിൽ എൻ്റെ സ്വന്തം നാട്ടിലെ അടക്കാവുന്നത്. കാര്യം ഞാൻ അറിയപ്പെടുന്നത് കൊല്ലം സുധി എന്നാണെന്ന് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ആ ഒരു കേസ് വിടാം. പുറത്തെ കാര്യങ്ങൾ ഇനി നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇനിയാണ് രേണുവിൻ്റെ കരച്ചിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അമ്മയുടെ പൊന്നെ, അമ്മയുടെ കിച്ചു. ഇവർ ശരിക്കും ബിഗ് ബോസിന്റെ പുറത്ത് എവിടെങ്കിലും നിങ്ങൾ കരയുന്നത് കണ്ടിട്ടുണ്ടോ? ആ പയ്യൻ എത്ര നാളായിട്ട് കൊല്ലത്ത് നിൽക്കുവാണ്. ഇവർ ആ പയ്യനെ കാണുന്നില്ലെന്നും പറഞ്ഞിട്ട് എവിടെയും വന്നിരുന്ന കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി രണ്ടാമത്തൊരു കാര്യം, ഇത്രയും സ്നേഹമുള്ള ഒരു വ്യക്തി അവൻ 100K യൂട്യൂബിൽ അടിച്ച സമയത്ത് ഒരു കൺഗ്രാറ്റ്സ് പോലും പറഞ്ഞിട്ടില്ല.
ഇപ്പം വന്നിരുന്ന് ബിഗ് ബോസിനകത്ത് വന്നിരുന്ന് കിച്ചു എന്നും പറഞ്ഞിട്ട് നിലവിളിച്ച് കരയുന്നു. എന്തുവാടെ നമ്മൾ ഈ കാണുന്നത്? എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഇവരുടെ ഒരു ക്ലോസ് സർക്കിളിൽ ഇവരും ഈ കിച്ചുമായിട്ടൊന്നും വലിയ രീതിയിലുള്ള കമ്പനിയൊന്നും ഇല്ല. അത് ആ ഒരു പയ്യൻ്റെ അവരുടെ ഒരു പ്രൊമോ ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു പയ്യൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നാട്ടുകാരുടെ കണ്ണിൽ കുടിയിടാൻ വേണ്ടിയിട്ട് ചുമ്മാതെ കൊണ്ടുവന്നിരുത്തിയിരിക്കുക, അത്രേ ഉള്ളൂ. എന്തിനാ ഇങ്ങനെ വന്നിരുന്ന് കരയുന്നത്? ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ കരയുന്നത്? ഇളയ മകൻ്റെ കഴുത്തിൽ ഒരു മുറിവ് പറ്റിയിട്ട് ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം ആ കൊച്ചുങ്ങളെയൊക്കെ ആലോചിച്ച് വന്നിരുന്ന് കരയുന്നത്. അതും പോട്ട് രാവിലെ ഉറക്കം എണീക്കുമ്പോൾ കട്ടൻ ചായയും ക്രീം ബിസ്ക്കറ്റും കിട്ടുന്നില്ലെന്നും പറഞ്ഞിരുന്ന് കരയുന്നുണ്ട്. എടേ, ഇതൊക്കെ ശരിക്കും എന്തോ പറയണ്ടേ? ഇതൊക്കെ ഡ്രാമയല്ലേ ഇതൊക്കെ? ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയല്ലേ? ഇവർക്ക് ശരിക്കും ആരാണ് ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിരിക്കുന്നത്? ബിഗ് ബോസിനകത്ത് കയറിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കരയുക, കണ്ണാടി നോക്കി വന്നിരുന്ന് സംസാരിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് സിമ്പതി വോട്ട് കിട്ടുമെന്നൊക്കെ ആരോ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലായിരിക്കും ഇവരിങ്ങനെ വന്നിരുന്ന് കാണിക്കുന്നത്. കാണാതിരിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ പൊന്നെ, അമ്മയുടെ പൊന്നെ, അമ്മയുടെ ജീവന്, അമ്മയുടെ ആത്മാവ്, അമ്മയുടെ ആത്മാവേ, അമ്മയുടെ ജീവനെ. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ കളിയാക്കുമെന്ന് വിചാരിക്കരുത്. സ്വന്തം മകനാണ്. അഫ്കോഴ്സ് എല്ലാവർക്കും വിഷമവും സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ ഈ കിച്ചുവിൻ്റെ പേരും പറഞ്ഞിട്ടൊക്കെ കരയുന്നതിനകത്തോട്ട് എനിക്ക് ജെന്യൂനിറ്റി തോന്നുന്നില്ല. ഉള്ള കാര്യം അങ്ങ് പറയാമല്ലോ. കാര്യം ഓക്കെ, റിതപ്പൻ്റെ ഒരു കേസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. കൊച്ചു പയ്യനെ കാണാത്ത ഒരുപാട് ആൾക്കാർ ഈ കഴിഞ്ഞ സീസണുകളിലെല്ലാം മക്കളെ കാണാത്തതിൻ്റെ പേര് കരയുന്ന ഒരുപാട് പേരുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കിച്ചുവിൻ്റെ പേര് അനാവശ്യമായിട്ട് ട്രാക്ക് ചെയ്തിട്ടിട്ട് ഇങ്ങനെ ഒരു കരച്ചിൽ നാടകം എന്തിനാണ്? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. അമ്മയുടെ ആത്മാവെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ട് രേണുസുതി. എന്തായാലും നമുക്ക് വേറെ ഒരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ കഴിഞ്ഞ ദിവസം മെയിൻ സ്ട്രീം ആണെന്ന് പറയുന്ന ചാനലിനകത്ത് രേണുവിൻ്റെ ഫാമിലി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് രേണുവിൻ്റെ അമ്മ സൈഡിലിരുന്ന് എന്തോ വലിവെങ്ങാണ്ടോന്ന് തോന്നുന്നു പുള്ളിക്കാരത്തേക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടിയങ്ങാണ്ട് വലിക്കുവാണ്. അതിൻ്റെ ഇടയിലും അവർ ഇൻ്റർവ്യൂ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്ത് തരം നാടകമാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് തരം മാർക്കറ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ സന്തോഷം തോന്നി അവൾ ബിഗ് ബോസ് വന്നപ്പോൾ. ഒത്തിരി പ്രയാസം. നിങ്ങളിത് കണ്ട ഇതിനകത്ത് ആ അമ്മ ഇരുന്ന് വലിക്കുവാണ്. അവർ ഇത് നാടകം കാണിക്കുവാണെന്നോ അല്ലെങ്കിൽ അവരുടെ അസുഖത്തെ കളിയാക്കുമോ അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ സുഖമില്ലാത്ത ഒരു വ്യക്തിയെ ഇൻ്റർവ്യൂവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് എന്തുവാ ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഒരു കാരണവശാലും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവർക്ക് സുഖമില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ റെസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇമാതിരി പ്രകടനം കാണിക്കലല്ല ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളെ ഒന്നും കൂടെ കാണിച്ചു തരാം. വളരെ സന്തോഷം തോന്നി അവൾ ബിഗ് ബോസ് വന്നപ്പോൾ. എന്ത് തന്നെ ആയാലും സുഖമില്ലാത്തവരെയൊക്കെ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇമാതിരി പരിപാടികൾ കാണിക്കരുത്. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ഇത് കൂടുതൽ നമ്മളൊന്നും പറയുന്നില്ല. കാര്യം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവർക്ക് PR സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചാനൽസും ടീമുകളും ഒക്കെ ഉണ്ട്. ഞാനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. രേണുവിനെ സംബന്ധിച്ച് എന്തായാലും കാശ് എറിഞ്ഞ് PR വർക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇല്ല. പകരം എന്തെങ്കിലും ഈ പറയുന്ന ഷോയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പകുതി കൊടുക്കാമെന്നുള്ള രീതിയിലുള്ള ധാരണയിലായിരിക്കാം. എന്തായാലും അതിൻ്റെയൊക്കെ പേരിൽ രേണുവിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് പല രീതിയിലും ഈ പല സ്ഥലങ്ങളിലും പോയിട്ട് റിപ്പോർട്ട് അടിക്കുക, പല സംഭവങ്ങൾ നടത്തുക, പല രീതിയിലുള്ള കമൻസുകൾ എഴുതി വിടുക. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഐഡിയയിൽ നിന്ന് തന്നെ കണ്ടിന്യൂസ്ലി ഓരോ കമൻറ്റുകൾ വരുമ്പോഴത്തേക്ക് പ്രോപ്പർ PR വർക്കാണെന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും തകർത്ത് വെച്ച് പരിപാടി നടന്നോട്ടെ, ഒരു വിഷയമില്ല. ആദ്യമേ അതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാനും കൂടി വല്ല ഇൻഫർമേഷനും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാൻ നോക്ക്. വെറുതെ ഇവിടെ വന്നിരുന്ന PR എന്നുള്ള രീതിയിൽ വന്നിരുന്ന തെറിക്കാൻ വേണ്ടിയിട്ടിട്ടും ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവരതിനകത്ത് എന്തെങ്കിലും കാണിക്കണം, സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ആദ്യം അവരവിടെ ചെയ്യട്ടെ, എന്നിട്ട് നീയൊക്കെ വന്നിരുന്ന് ഉണ്ടാക്ക്. ഇനി കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞൊരു സാധനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കിച്ചുവിൻ്റെ ലൈവിൻ്റെ ഇടയിൽ അവൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് സുധിലയത്തിൽ പോയി നിൽക്കാത്തതിന്. അപ്പോൾ ആ പയ്യൻ കൊടുത്തൊരു മറുപടി ഞാൻ നിങ്ങളെ ഒന്നും കൂടി കേൾപ്പിച്ചു തരാം. ഇവിടെ നിൽക്കുന്ന എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന മോനെ? ഞാൻ ഇവിടെയാണ് ഹാപ്പി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു ടൈം കഴിഞ്ഞപ്പം എന്താണ് എനിക്ക് അവിടെ ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല. ഞാൻ കുഞ്ഞിലോട്ടെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതും. അപ്പം അച്ഛൻ പോയതിനു ശേഷം ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പം
അവിടെ അത്ര അങ്ങോട്ട് കംഫർട്ടായിട്ട്. അച്ഛൻ പോയതിന് ശേഷം എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഒട്ടും കംഫർട്ട് അല്ല എന്ന്. ആ കരച്ചിലിൻ്റെയും പിന്നെ ആ കട്ടിലിരുന്ന് സംസാരിച്ചതിൻ്റെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മറുപടിയാണ് ഈ പയ്യൻ്റെ ഈ ഒരു വാക്ക്. ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ളൊരു ലൈവാണ് കിച്ചുവിൻ്റെ. അതിനകത്ത് അവൻ പറഞ്ഞ ഡയലോഗാണത്. ഇതിൽ കൂടുതൽ എനിക്കിനി നിങ്ങളെ ഒന്നും കാണിച്ച് ബോധിപ്പിക്കാൻ താല്പര്യമില്ല. ഇനിയെങ്കിലും രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതൊക്കെ മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി നമുക്ക് വേറൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാം. നിങ്ങൾക്ക് സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്നൊരു വ്യക്തി അറിയോ? ഇയാൾ വന്നിരുന്ന് ഭയങ്കരമായിട്ട് ഓരോ സീസൺ ബിഗ് ബോസിൻ്റെ വരുമ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയെ ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് വന്നിരുന്ന് ആക്ഷേപിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയാവുന്നൊരു കുറച്ച് കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ആദ്യമേ ഞാൻ സൂരജ് പാലാക്കാരൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കാണിപ്പിക്കാം. ആയിരിക്കും 7ാം വർഷം ബിഗ് ബോസിൽ നമ്മളെല്ലാം കാണാൻ പോകുന്നത്. ബിഗ് ബോസ് 7ാം സീസൺ തുടക്കത്തിലെ തരുന്ന സൂചന അതാണ്. പുതിയ അശ്ലീല കാഴ്ചകൾ കാണിച്ചു പഠിപ്പിക്കാനും ഒരു വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു വന്നിരിക്കുകയാണ് ബിഗ് ബോസ്. അശ്ലീല കാഴ്ചകൾ കാണിച്ചു പഠിപ്പിക്കാനായിട്ട് അതിനകത്ത് എന്താണ് ഇത്ര പോലെ അശ്ലീല കാഴ്ചകൾ? ഞാൻ ഇത്രയും സീസണുകൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു വൾഗാരിറ്റി ഈ പറയുന്ന മലയാളം ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടില്ല. നേരെ മറിച്ച് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അതിനകത്ത് കാണിക്കുന്നതിൻ്റെ കാൽഭാഗം പോലും ഇതിനകത്തെങ്ങും കാണിച്ചിട്ടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ചില ടോക്കും കാര്യങ്ങളും ഒക്കെ അനാവശ്യമായിട്ടുള്ള രീതികളിൽ പോയിട്ടുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് അശ്ലീലമായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചകളെന്ന് ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പിടിയിട്ടുന്നില്ല. കഴിഞ്ഞ സീസണിൽ ഇയാൾ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് വളരെ വൃത്തികെട്ട രീതിയിൽ വന്നിരുന്നിട്ട് ഇയാൾ ഈ ഷോയെ പറ്റി കുറ്റം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ബാക്കി കൂടെ കേൾക്കാം, അതിനുശേഷം സംസാരിക്കാം. ശ്വേതാ മേനോന്റെ അശ്ലീലം തപ്പിപ്പോയ മൂരി മേനാച്ചേരി ബിഗ് ബോസിലെ അശ്ലീലം കാണുന്നില്ല എന്നല്ല, കാണില്ല. കാരണം ഒന്നേ ഉള്ളൂ, ഈ മേനാച്ചേരിമാർക്കുള്ളതാണ് ബിഗ് ബോസ്. ഇംഗ്ലീഷിൽ പ്രിയപ്പെട്ടവരൊരു വാക്കുണ്ട്, വോയറിസം. ശരി, അശ്ലീല ചുവയുള്ള വാക്കാണ് വോയറിസം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒളിഞ്ഞു നോട്ടം. ഒരാളുടെ കുളിമുറിയിലേക്കും കിടപ്പറയിലേക്കും നഗ്നതയിലേക്കുമുള്ള ഒളിഞ്ഞു നോട്ടമാണിത്. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കും അവരുടെ സ്വകാര്യ നിമിഷത്തിലേക്കും അവർ അറിയാതെയുള്ള എത്തിനോട്ടം, അതെ, ഒളിഞ്ഞു നോട്ടം. ഇതൊരു ലൈംഗികത വൈകൃതമാണ്, ചികിത്സ ആവശ്യമായ ഒരു വൈകൃതം. ശരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്താണ്? 100 ദിവസം നമുക്ക് പുറലോകമായിട്ട് ബന്ധമില്ലാതെ അതിനകത്ത് 10-20 പേരെ കൊണ്ടുവന്നിട്ട് അവരുടെ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കും. അവരതിനകത്ത് കാണിക്കുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്ത് ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്ത് ആ ആൾ വിജയിക്കുന്നു. ഏകദേശം 10-60 ക്യാമറയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഷോയാണ്. ഇതിനെപ്പറ്റിയാണ് ഇയാൾ പറയുന്നത് ഒളിഞ്ഞു നോട്ടം എന്ന്. പിന്നെ ഈ ഷോ ഇത്രയും വൃത്തികെട്ട ഷോ ആണെങ്കിൽ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഇതിൻ്റെ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നത്? ഇയാൾ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ്. ഇയാൾക്ക് അതിൻ്റെ കിട്ടാത്തതിൻ്റെ ചുരുക്ക് തീർക്കുവാണ് വന്നിരുന്നിട്ട്. ഇതിപ്പോൾ 1-2-3 വട്ടമായി ഇയാൾ ഈ ഒരു പരിപാടിയായിട്ട് ഇറങ്ങുന്നത്. അഖിൽമാരാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളെ പറ്റിയിട്ട്. അതായത് ഇയാൾ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഇയാൾക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ കാടിയാണ് ഇയാൾ വന്നിരുന്ന് കാണിക്കുന്നത്, അല്ല വേറെ ഒന്നുമല്ല. സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ ഇമാതിരി വൃത്തിയോടൊന്നും അതിനകത്ത് നടക്കുന്നില്ല എന്ന്. ലൈംഗിക വൈകൃതത്തെയാണ് കഴിഞ്ഞ 6 വർഷങ്ങളായി അഴകേറെ നിറഞ്ഞ വർണ്ണക്കുപ്പായങ്ങൾ അണിയിച്ച് നമ്മുടെ ഏഷ്യാനെറ്റ് നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന ബിഗ് ബോസ്. ഈ വോയറിസ്റ്റിക് വൈകൃതത്തെ, ഈ ഒളിഞ്ഞു നോട്ടത്തെ പട്ടിലും പാട്ടിലും പൊതിഞ്ഞ് ഏഷ്യാനെറ്റ് ഒരു ലജ്ജയും കൂടാതെ കാണികൾക്ക് വിരുന്നായി നൽകുകയാണ്. ബിഗ് ബോസിലെ ഒളിക്യാമറകൾ അതിൽ പങ്കെടുക്കുന്നവരുടെ സ്വകാര്യതയിലേക്ക് ഒരു നാണവും മാനവും ഇല്ലാതെ അതിക്രമിച്ച് കയറി അവരുടെ ചിരിയും കരച്ചിലും ആക്രോശങ്ങളും അട്ടഹാസങ്ങളും അവരുടെ ഉറക്കവും പകർത്തി മസാല പരുവത്തിൽ വിളമ്പി കൊടുക്കുകയാണ്. ഈ മാനസിക വൈകൃതം ഒരു വിനോദ ആചാരമാണ്, വേറെ ഒന്നുമില്ല, കടിയാണ് സംഭവം. അതിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, മനസ്സിലായില്ലേ? ഇയാളെ എടുക്കാതെ വരുമ്പോഴത്തേക്ക് നമുക്കുള്ളൊരു ഫ്രസ്ട്രേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് തീർക്കാം. ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനെ പറ്റിയിട്ട് 2 വർത്തമാനം പറയണം. അതായത് ഇയാൾക്കത് കണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ ഇയാൾക്ക് അറിയത് റീച്ച് ഉണ്ടാകുമെന്ന്, മനസ്സിലായില്ലേ? അതിൻ്റെ പേരിലാണ് ഇയാൾ വന്നിരുന്ന് സംസാരിക്കുന്നത്. എന്നാൽ ഇയാളുടെ കമൻറ്റ് ബോക്സിൽ കുറേ വിവരം കെട്ട ആൾക്കാർ വന്നിരുന്ന് ഇയാളെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അറിയത്തില്ലല്ലോ ഇയാൾ ഈ ഷോയ്ക്ക് ഓൾറെഡി ഓഡീഷൻ കൊടുത്തിട്ട് കിട്ടാതെ നൈസായിട്ട് പുറത്തായ വ്യക്തിയാണെന്ന്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇമാരി ടീമുകളൊക്കെ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ കൂടുതലൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.